കഴിഞ്ഞ പുതുവർഷാഘോഷത്തിന്റെ തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. ഉൾക്കൊള്ളാവുന്നതിലും അധികം ആളുകളെത്തി കൊച്ചിക്ക് ശ്വാസം മുട്ടി. ഇക്കുറി ദുരന്ത സമാന സാഹചര്യം ഒഴിവാക്കാനാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ നാളെ വൈകിട്ട് 4 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്കുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. വൈപ്പിൽ നിന്ന് ഒരു 4 മണിയോടുകൂടി വാഹനങ്ങളെല്ലാം വരൽ നിർത്തും. 7 മണിയോടുകൂടി വൈപ്പിൻ റോഡ് സ്റ്റോപ്പ് ചെയ്യും. സുരക്ഷയ്ക്കായി 1000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുക. പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഗ്രൗണ്ടിൽ പ്രത്യേകം ബാരിക്കേഡുകൾ സ്ഥാപിച്ചാണ് നിയന്ത്രണം. സുരക്ഷാ പ്രശ്നങ്ങളുടെ കാരണത്താൽ വെളി ഗ്രൗണ്ടിലെ പപ്പാഞ്ഞിയെ കത്തിക്കില്ല. കത്തിക്കാതെ തീരുമാനിക്കാനുള്ള കാരണം ഈ പോലീസ് പറഞ്ഞ കാരണം പോലീസിന് 2 സ്ഥലത്തും പോലീസിനെ വിന്യസിപ്പിക്കാനുള്ള പോലീസ് ഫോഴ്സ് കുറവാണ്. ഗവർണറും തൊപ്പിയും എന്ന പേര് കാരണം വിലക്കപ്പെട്ട നാടകം ഇതേ വേദിയിൽ കളിക്കാനാണ് നാടക സമിതിയുടെ തീരുമാനം. ഈ നാടകം ഈ വേദിയിൽ തന്നെ ഞങ്ങൾ കളിക്കും. ഇതേ പേരിൽ ഇതേ രൂപത്തിൽ തന്നെ ഈ നാടകം കളിക്കും. പുതുവത്സര ആഘോഷത്തിന് ശേഷം ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മടങ്ങാൻ പ്രത്യേക ബസ് സർവീസുകളും ഉണ്ടാകും. ആളും ആരവവുമില്ലാതെ കൊച്ചിക്കെന്ത് പുതുവത്സരം ആഘോഷമെന്ന് പറയുന്നവരോടാണ്. കടുത്ത നിയന്ത്രണങ്ങൾ ആഘോഷത്തിൻ്റെ നിറം കെടുത്താനല്ല, സുരക്ഷിതമായി ഒരു പുതുവത്സരം ആഘോഷിച്ച് മനസ്സ് നിറഞ്ഞ ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാൻ കൂടി വേണ്ടിയാണ്. മൽഘോഷിനൊപ്പം ശ്യാമപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എല്ലാ പ്രേക്ഷകർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളെ പറ്റി നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. സ്റ്റീഫൻ റോബർട്ട്, കാർണിവൽ കമ്മിറ്റി, കൊച്ചിൻ കാർണിവൽ കമ്മിറ്റി പ്രതിനിധി നമുക്കൊപ്പം ഉണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിലേക്കാണ് ആദ്യം പോകുന്നത്. സ്റ്റീഫൻ, എങ്ങനെയൊക്കെയാണ് വലിയ നിയന്ത്രണങ്ങളാണ്, നമുക്ക് മുൻപിൽ ഒരുപാട് പാഠങ്ങളുണ്ട്, കൊസാറ്റ് ദുരന്തത്തിന്റെ പാഠം ഉൾപ്പെടെ ഒരുപാട് പാഠങ്ങൾ ഈ പൊതു ഇടങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിയന്ത്രണങ്ങളൊക്കെ ഇത്തവണ ഏർപ്പെടുത്തുന്നത്? നിയന്ത്രണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ 40 വർഷത്തെ അനുഭവത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നിയന്ത്രണങ്ങളും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അത് ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഗവൺമെൻറ് ഭരണകൂടം എല്ലാം ചെയ്തിട്ടുള്ളത്. എങ്കിപ്പോൾ തന്നെ ഞങ്ങൾക്ക് തന്നെ ഇതൊരു പുതിയ അറിവാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിനോട് യോജിച്ചുകൊണ്ട് തന്നെ അതിനുള്ള നിയന്ത്രണങ്ങളെ കമ്മിറ്റിയായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഏറെക്കുറെ അതിൻ്റെ പൂർത്തീകരണത്തിലായി. ക്യാമറ സംവിധാനങ്ങൾ, ബാരിക്കേഡ് കെട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. ഗ്രൗണ്ടിൻ്റെ സ്ഥിതി എന്ന് വെച്ചാൽ ഗ്രൗണ്ടിനകത്ത് പ്രത്യേകിച്ചൊരു എൻട്രി പാസോ എണ്ണോ ഒന്നും എടുക്കാതെ ആൾ വന്ന് കൂടുക എന്നുള്ളതായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നൊരു നിലപാടും ഒരു തുടർച്ചയും. അതനുസരിച്ച് എത്ര പേരെത്തും എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ചൊരു മുൻധാരണ ആർക്കും അത് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ് ആൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ തവണ നമ്മുടെ എല്ലാവരെയും കണക്കുകൾ തെറ്റിച്ചുകൊണ്ട് ആൾക്കാർ വന്ന് കൂടുകയും അത് പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ തിക്കും തിരക്കുമാണ് ഇപ്പോൾ നമ്മൾ ഇത്രയധികം കടുത്ത നിയന്ത്രണത്തിലേക്ക് പോകാൻ കാരണമായത്. ഏതായാലും അതിനോടൊക്കെ തന്നെ നമ്മൾ യോജിച്ചുകൊണ്ട് എല്ലാ നിയന്ത്രണങ്ങളോടും സഹകരിച്ചുകൊണ്ട് അതിനെ ഒരു കമ്മിറ്റി എന്ന നിലയിലും ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയാണ് മുഖ്യം എന്നുള്ളത് കൊണ്ട് ഓരോ ആൾക്കും ഓരോ പരിക്കില്ലാത്ത രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആ കാര്യങ്ങളെല്ലാം സഹകരിച്ച് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങൾ എങ്ങനെയാണ്? ഈ നിയന്ത്രണങ്ങൾ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ചുരുങ്ങിയൊരു ദിവസമാണല്ലോ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്താൻ, നടപ്പിലാക്കാനൊക്കെ ഉള്ള ഒരു സമയമൊക്കെ നിങ്ങൾക്ക് മുമ്പിലുണ്ടോ? അതിനകത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി വളരെ നേരത്തെ തന്നെ കൂടി ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കമ്മിറ്റിക്ക് മാത്രം തരുന്ന നിർദ്ദേശങ്ങൾ മാത്രം കമ്മിറ്റി നടപ്പിലാക്കുകയും മറ്റുള്ള കാര്യങ്ങൾ പോലീസും ഭരണകൂടവും വളരെ കൃത്യമായി തീരുമാനിച്ചനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ രീതിയിൽ നിൽക്കും. അത് നമ്മോട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, അതൊരു ഗവൺമെൻറ് ലെവലിൽ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശങ്ങളനുസരിച്ചുള്ള കാര്യങ്ങൾ ബാരിക്കേഡ് പപ്പയ്ക്ക് ചുറ്റും സ്റ്റേജിന് ചുറ്റും ബാരിക്കേഡ് കെട്ടുക എന്നുള്ളതാണ് ഇതുവരെ തുടർന്നൊരു നിലപാട്. അതിനാണ് സുരക്ഷിതത്വം. ജനങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കുക എന്നാണ്. ഇത്തവണ പ്രത്യേകിച്ചിട്ട് ജനങ്ങളെ തന്നെ ഗ്രൗണ്ടിനകത്ത് പല പല സെക്ടറായി തിരിച്ചുകൊണ്ട് ചെയ്യണം, അതിനുള്ള ബാരിക്കേഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാമറ വെച്ചുകൊണ്ട് ക്യാമറയുടെ നിയന്ത്രണത്തിൽ അതിൻ്റെ നിരീക്ഷണ ക്യാമറകളുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും ആഘോഷത്തിനൊക്കെ പൊതുജനങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തുന്നവരാണ്. കൊച്ചിയിലേക്ക് ഒരുപാട് ആളുകൾ പല കോണുകളിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ മറ്റ് രാജ്യത്തിന്റെ തന്നെ കോണുകളിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ട് കൊച്ചിയിലേക്ക്. അപ്പോൾ ഇങ്ങനെ പല സെക്ടറുകളായിട്ട് ജനങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്തുക, അവരെ ഇങ്ങനെ വിഭജിച്ച് നിർത്തുക എന്നൊക്കെ പറയുന്നതും നമ്മൾ പറയുന്ന അവരെ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് അങ്ങനെ ആ തരത്തിൽ നമുക്കതിനെ ഇങ്ങനെ പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ കഴിയുമെന്നതിൽ എന്തെങ്കിലും ആശങ്കയൊക്കെ ഉണ്ടോ? അതിനകത്ത് അതിനെ നിർത്തുക എന്നുള്ള ഗ്രൗണ്ടിലുള്ള ക്രൗഡിനെ അവരെ ഒന്നിച്ച് പുറത്തേക്ക് പോകാനും അകത്തേക്ക് വരാനുള്ള സംവിധാനം ഒഴിവാക്കാതെ പല പല സെക്ടറായി തിരിക്കുക എന്നുള്ളത് അതിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയും ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെയും ഭാഗമായിട്ട് പോലീസ് നിർദ്ദേശിച്ചതാണത്. അത് നമ്മൾ ഗ്രൗണ്ടിനകത്ത് നമ്മൾ നടപ്പിലാക്കാൻ ഞങ്ങളെ രീതിയിൽ തന്നെ ഞങ്ങളതിനോട് സഹകരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. പിന്നെ അതിനൊക്കെ പ്രതീക്ഷിക്കാത്ത വലിയൊരു വിഭാഗം ജനങ്ങളാണ് പുറത്തുനിന്ന് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക്
മൊത്തത്തിൽ എല്ലാവർക്കും അകത്തേക്ക് കയറാൻ സംവിധാനം ഒരുക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിലപാട് ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അവരെ എല്ലാം ബാരിക്കേഡ് വെച്ച് പോലീസ് തടയും. ഇതിനകത്ത് എത്തുന്ന ആൾക്കാരെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ മാത്രമേ കമ്മിറ്റി എന്നതിൽ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. എന്നാൽ ഇതൊരു ആഘോഷം എന്ന നിലയിൽ ജനങ്ങൾ വളരെ സന്തോഷത്തിൻ്റെ മൂഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാവരും ഇതെല്ലാം കാണാനും ഇതെല്ലാം സഹകരിപ്പിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാവിലെ നടന്നു പോയാൽ തന്നെ ഇത് പപ്പയെ നേരത്തെ വന്ന് കണ്ടുപോകുന്നവരുണ്ട്. ഇത് കത്തിക്കാൻ അവിടെ ഏറ്റവും അടുത്ത് എത്താൻ ആൾക്കാരുണ്ട്. എല്ലാവരും കൂടി തിങ്ങി വരുന്ന സംവിധാനമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നിയന്ത്രണങ്ങൾക്ക് വിട്ടുപോയൊരു സമീപനം ഉണ്ടായത്. ആ ഒരു ആശങ്കയും ഭയവുമാണ് ഇത്തരം കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കാരണമുണ്ടായത്. അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഇങ്ങനെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ആഘോഷങ്ങൾക്ക് അതൊരു വിലക്കായി മാറുന്നുണ്ടോ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ടോ? ഇതെന്തെങ്കിലും അതായത് ഒരുപാട് ആളുകൾ വലിയ ആഘോഷത്തോടെ എത്തിച്ചേരുന്നതാണല്ലോ. അപ്പോൾ നിയന്ത്രണങ്ങൾ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്നുണ്ടോ? നിയന്ത്രണങ്ങൾ ഒന്ന് ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളും ഞങ്ങൾ തന്നെ അത് സ്വയം നിയന്ത്രണങ്ങളും ചെയ്യേണ്ടതാണ്. ഈ വക കാര്യങ്ങൾ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ കുസാറ്റ് ദുരന്തം കഴിഞ്ഞ ശേഷം അധികാരികളുടെ ശ്രദ്ധ വളരെ ഗൗരവപരവും മാതൃപരമായിട്ട് പതിഞ്ഞിരിക്കുന്ന വിഷയമാണ് കൊച്ചിൻ കാർണിവൽ. ഇത് ഉറ്റുനോക്കിയിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നൂറ്റാണ്ടുകളായിട്ട് പഴക്കമുള്ളതാണ്. കാർണിവൽ ഇത് തന്നെ 40 വർഷം പഴക്കമുള്ളതാണ്. മറ്റൊന്ന് പെരേഡ് ഗ്രൗണ്ടിൽ തന്നെ വലിയൊരു ക്രൗഡിനെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ട് കത്തിക്കുക എന്നുള്ളത് സംസ്ഥാനം ആകെ ശ്രദ്ധ ആകർഷിച്ച സംഭവമാണ്. അത് തുടർന്ന് കൊണ്ടുപോയി നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പ്രധാനവുമായിട്ടുള്ള നമ്മുടെ പരിഗണന വിഷയം. അതുകൊണ്ടാണ് ഈ നിയന്ത്രണങ്ങളോടെല്ലാം തന്നെ സഹകരിച്ചുകൊണ്ട് ഇനിയും തുടർന്ന് പോകണം. ഒരു ദുരന്തവും ഉണ്ടാകരുത്. ഇനി എന്നേക്കായിട്ട് ഈ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ദുരന്തങ്ങളൊന്നുമില്ലാതെ ആഹ്ലാദപരമായി തിരിച്ചു പോകാൻ കഴിയണം. കൂടാതെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെറുപ്പക്കാർ ആഘോഷങ്ങളും പപ്പയെ കത്തിക്കലും ഒക്കെ ഇതിനു മുന്നും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നടക്കണം എന്ന് തന്നെയാണ് കാർണിവൽ കമ്മിറ്റിയുടെ കൃത്യമായ അഭിപ്രായം. കാരണം ഓരോ പ്രദേശത്തും അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാം വന്ന് അത്രയും ക്രൗഡുകൾ ആ പ്രദേശത്ത് നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ ആഹ്ലാദത്തിൽ പങ്കുകൊള്ളും. പുറത്തുനിന്ന് വരുന്നവർ ഈ പ്രദേശങ്ങളും എല്ലാം കൃത്യം അറിയാത്തവരാണ്. ഒട്ടുമുക്ക ആൾക്കാരും ഫോട്ടോ വെച്ച് ബേസ് ചെയ്ത് പെരേഡ് കൊണ്ടും പപ്പയൊക്കെ സ്ഥലം അന്വേഷിച്ച് വന്നിട്ട് ഇവിടെ നിൽക്കുന്നതും അവർ ഈ നിയന്ത്രണത്തിന് വിധേയമായി തന്നെ നിന്ന് സഹകരിച്ച് പോകും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെയൊന്നും ഏൽപ്പിക്കില്ല. ആഹ്ലാദത്തോടെ എല്ലാവരും ന്യൂ ഇയറിനെ വരവേൽക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതെ, വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത്. ഇപ്പോൾ KJ മാക്സി MLA കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. MLA, നമ്മൾ എങ്ങനെയാണ് പുതുവത്സരത്തെ വരവേൽക്കാൻ പോകുന്നത്? ഈ നിയന്ത്രണങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ഇതെങ്ങനെയായിരിക്കും നമ്മൾ നടപ്പിലാക്കുക? നമ്മൾ പുതുച്ചേരിയെ സംബന്ധിച്ചിടത്തോളം കാർണിവലിൽ തുടങ്ങിയിട്ട് 40 വർഷം തികയുകയാണ്. അപ്പൊ ഈ വർഷത്തെ പുതുവത്സരം പുതുച്ചേരിയെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പമില്ലാതെ എല്ലാവർക്കും പങ്കെടുത്തു പോകാനുള്ള ഒരുക്കുന്നതും സജ്ജീകരണങ്ങളുമാണ് പുതുച്ചേരി തയ്യാറാക്കിയിട്ടുള്ളത്. കാണാൻ വരുന്ന മുഴുവൻ ആൾക്കാർക്കും ഒരു കുഴപ്പമില്ലാതെ 31-ാം തീയതി അർദ്ധരാത്രിയോടുകൂടി അപ്പാഴ്ച കത്തിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ചെയ്തിട്ടുള്ളത്. ഈ ഏതാണ്ട് വൈകുന്നേരം 4 മണിയോടുകൂടി പുറമേ നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഫോട്ടോ വെച്ചിട്ട് പുറത്ത് പാർക്ക് ചെയ്തിട്ട് ആൾക്കാർ കാൽനടയായി വരണമെന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത്. വരുന്നവർക്ക് ഇതിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം, ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം നന്നായി ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രോഗ്രാം നടക്കുന്നതിന് മുമ്പായിട്ട് ആവശ്യമായിട്ടുള്ള കൾച്ചർ പരിപാടികളും ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷം കുറെ ക്രമാതീതമായ ആൾക്കാർ പങ്കുകൊണ്ടപ്പോൾ അലറിയുന്ന പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ഈ വർഷം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും കൂടി കാർണിവൽ കമ്മിറ്റി ഏർപ്പെടുത്തുന്നുണ്ട്. എത്ര പേരെത്തുമെന്നതിന് നമുക്കൊരു ഉറപ്പുമില്ലല്ലോ. എത്ര ആളുകൾ എത്തുമെന്നൊരു കണക്കുണ്ടാകാത്തൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാനാകും? എണ്ണം പറയാൻ പറ്റില്ല. നമുക്ക് പരേഡ് ഗ്രൗണ്ടിൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഉദ്ദേശമനുസരിച്ച് 40,000 പേർക്ക് നിൽക്കാനുള്ള സൗകര്യമേ പരേഡ് ഗ്രൗണ്ടിൽ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുറമേയൊക്കെ ആയിരിക്കും. എത്ര ആള് വരുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഫോട്ടോയെ ശ്വാസം മുട്ടിക്കുന്ന ലെവലിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാർ പങ്കെടുത്തത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാ മുൻകരുതലുകളും ഈ പ്രാവശ്യം സജ്ജമാക്കിയിട്ടുള്ളത്.
ഈ പോലീസ് ഉദ്യോഗസ്ഥർ 1000 പോലീസ് ഉദ്യോഗസ്ഥരാണ് ആകെ കൊച്ചിയിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും? അതുപോലെ മെഡിക്കൽ, ഈ കഴിഞ്ഞ തവണ നമ്മൾ ഈ കണ്ടത് ആളുകൾ കുഴഞ്ഞു വീഴുന്നു, ശ്വാസം കിട്ടാതെയാകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മെഡിക്കൽ സർവീസുകൾ അതെങ്ങനെയായിരിക്കും? അത്തരത്തിലുള്ള ഏർപ്പെടുത്തലുകളൊക്കെ എങ്ങനെയാണ്? മെഡിക്കൽ സർവീസുകൾ കൃത്യമായിട്ട് പരിഗണനയുടെ ഭാഗത്ത് ആംബുലൻസിന് പോകാനുള്ള റോഡുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ആ റോഡുകൾ തടസ്സമില്ലാതെ പോകാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യം വന്നാൽ ചെയ്യാൻ വേണ്ടി വാട്ടർ ആംബുലൻസും ഉണ്ട്. വാട്ടർ ആംബുലൻസ് വരണമുണ്ടാവും. അത് ആ രീതിയിലേക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അരിക്കൽ ശ്വാസം മുട്ടലോ മറ്റു കാര്യങ്ങൾ വരികയാണെങ്കിൽ അവരെ ഉടനെ ആംബുലൻസ് കയറ്റി തൊട്ടടുത്ത ആശുപത്രിയിലോ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇറക്കിയിട്ടുണ്ട്. ശരി.